വാർത്തയിലേക്ക്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം നിർത്തിവെക്കാൻ ഇടുക്കി ജില്ലാ കലക്ടറുടെ നിർദ്ദേശം. നേര്യമംഗലം മുതൽ മൂന്നാർ വരെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ണിടിഞ്ഞിരുന്നു. ദേശീയപാതയിലെ അപകട സാധ്യത പഠിച്ച് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ ഹസാർഡ് അനലിസ്റ്റ്, ജില്ലാ ജിയോളജിസ്റ്റ്, പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർക്ക് കലക്ടർ നിർദ്ദേശം നൽകി. ആഷിക്ക് വിശദാംശം നൽകും. ആഷിക്ക്, ഈ മഴക്കാലത്ത് ഈ പണി തുടരുന്നതിനിടയിൽ വലിയ അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കലക്ടറുടെ ഇടപെടൽ, ഇപ്പോഴത്തെ ഉത്തരവ് എങ്ങനെ കാണാം? സൈഫുദ്ദീൻ, അതീവ ഗുരുതര സാഹചര്യമാണ്. ദേശീയപാത 85 നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേര്യമംഗലം മുതൽ മൂന്നാർ വരെയുള്ള റോഡിൽ നിലനിന്നിരുന്നതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർത്തും അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയും കൂറ്റൻ മൺതിട്ടകൾ രൂപപ്പെടുകയും പാറക്കല്ലുകൾ മഴ പെയ്യുമ്പോൾ ഉരുണ്ട് റോഡിലേക്ക് വീഴുകയടക്കമുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടറുടെ ഈ ഇടപെടൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്നലെ അടക്കം ചീയപ്പാറയിൽ മണ്ണിടിഞ്ഞു വീണ് വലിയ ഗതാഗത തടസ്സമുണ്ടാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പഴയ മൂന്നാറിൽ നേരത്തെ രൂപപ്പെട്ട വിള്ളൽ കൂടുതൽ അപകടാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ജില്ലാ കളക്ടർ ഇനി ഒരു അറിയിപ്പ് കിട്ടുന്നതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കുവാനുള്ള നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ അപകട സാധ്യത പഠിക്കുവാനുള്ള നീക്കവും ജില്ലാ ഭരണകൂടം നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇതനുസരിച്ച് നാളെ തന്നെ ജില്ലാ ഹസാർഡ് അനലിസ്റ്റിനോടും ജില്ലാ ജിയോളജിസ്റ്റിനോടും പൊതുമരാമത്ത് എക്സിക്യൂട്ടീവിനോടും റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. ജില്ലാ കളക്ടർ ആ നിലയ്ക്കുള്ള ഒരു നടപടിയാണ്. അപകട സാധ്യതകൾ എത്രത്തോളം ഉണ്ട്, ഇത് പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്നടക്കമുള്ള നിരീക്ഷണങ്ങളും കണ്ടെത്തലും നടത്തിയതിനു ശേഷം മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി പുനരാരംഭിക്കേണ്ടതുള്ളൂ എന്നുള്ള സാഹചര്യമാണ് ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടറും ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. അതേസമയം പഴയ മൂന്നാറിലെ കൂറ്റൻ വിള്ളലിന്റെ ഭാഗമായി അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഗതാഗത തടസ്സം വിനോദസഞ്ചാരികൾ അടക്കമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. മൂന്നാർ നഗരത്തിൽ അല്ലെങ്കിൽ തന്നെയുമുള്ള ഗതാഗത കുരുക്ക് കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യവും ഈ ഘട്ടത്തിൽ കാണാൻ കഴിയും. ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത് അതുവഴി കടന്നുപോകുന്ന യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമാണ് എന്ന് പറയാൻ കഴിയുമ്പോഴും നിലവിൽ ഇപ്പോഴും അവിടെ പലയിടങ്ങളിലും അപകട സാധ്യത തുടരുന്നുണ്ട്. കനത്ത ജാഗ്രത മൂന്നാറിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികൾ അതുവഴി കടന്നു പോകുമ്പോൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത്. ഇന്ന് ഇടുക്കി ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ്. രാവിലെ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ അനുഭവപ്പെടുന്ന സാഹചര്യവുമുണ്ട്. മഴ മുന്നറിയിപ്പിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം ഇടുക്കി ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. സൈഫുദ്ദീൻ, ആഷിക്കാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.